നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 4 നാരദ മഹർഷി ജലന്ധരനെ ഉപദേശിക്കുന്നു. 44-ാം ദിനത്തിൽ കേൾക്കുക. ത്രിലോകങ്ങളും ദേവന്മാരെയും ദേവേന്ദ്രനെയും കീഴടക്കിയ ജലന്ധരനോട് നാരദമുനി പറഞ്ഞു, ജലന്ധര, നീ സർവഗുണ സമ്പന്നനാണ്. നിന്നെ ജയിക്കുവാൻ ഈ ഭൂലോകത്തിൽ ആരും തന്നെ ഇല്ല. അതിനായി നീ ഒരു കാര്യം കൂടി ചെയ്തു തീർക്കുവാനുണ്ട്. അത് ഈ ലോകത്തിൻ്റെ തന്നെ ജഗത് ജനനയെ സംരക്ഷിക്കുക എന്നതാണ്. ഇത് കേട്ട് ജലന്ധരൻ നാരദമുനിക്ക് നേരെ തിരിഞ്ഞു ചോദിച്ചു, ഹേ മഹർഷി, ആരാണ് ആ സുന്ദരി? നാരദർ തുടർന്നു, അല്ലയോ ജലന്ധര, അവിടത്തേക്ക് അറിയില്ല എന്നുണ്ടോ? കൈലാസത്തിൽ വളരെ പ്രയാസപ്പെട്ട് ശ്മശാനത്തിൽ വസിക്കുന്ന ഒരാളുടെ കൂടെയാണ് ആ ദേവി കഴിയുന്നത് തന്നെ. ആ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷ നേടാൻ ദേവി സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദേവിയുടെ ഈ ദുരവസ്ഥ അവസാനിപ്പിക്കാൻ ഇനി അവിടത്തേക്ക് മാത്രമേ കഴിയൂ. ജലന്ധര, അതിനാൽ നീ ഉടൻ തന്നെ അതിനായി പുറപ്പെട്ടുകൊള്ളൂ. ഇത് കേട്ട് ജലന്ധരൻ കൈലാസത്തിലേക്ക് യാത്ര തിരിക്കുന്നു. അവിടെ ചെന്ന് ഭഗവാൻ ശിവനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഭഗവാൻ ശിവനോടായി ജലന്ധരൻ പറഞ്ഞു, ഹേ ശ്മശാനവാസി ഭസ്മധാരി, നിന്റെ ദുരവസ്ഥ കണ്ടുമടുത്തു പാർവതി. എൻ്റെ സൗന്ദര്യത്തെ കണ്ട് ഭ്രമിച്ച് എന്നോട് ആകൃഷ്ടയായി നിൽക്കുകയാണ്. അതിനാൽ നീ ദേവിയെ എനിക്ക് വിട്ടു തന്നേക്കൂ. ഞാൻ ജലന്ധരൻ 14 ലോകങ്ങളും ഭഗവാൻ മഹാവിഷ്ണുവിനെയും പരാജയപ്പെടുത്തി ലോകരക്ഷയ്ക്കായി വന്നിരിക്കുന്നു. കൂടെ ഈ ദുരവസ്ഥയിൽ നിന്നും പാർവതിയെയും രക്ഷിച്ച് എൻ്റെ പട്ടമഹർഷി ആക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട പരമേശ്വരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ ജലന്ധര, താങ്കൾക്ക് കഴിയുമെങ്കിൽ പാർവതിയെ ഇവിടെ നിന്നും കൊണ്ടുപോകൂ. ദേവിയെ ഇവിടെ നിന്നും മോചിപ്പിച്ചുകൊള്ളൂ. ദേവിക്ക് സമ്മതമെങ്കിൽ ദേവി തന്നെ അങ്ങയുടെ കൂടെ പോരട്ടെ. ഇത് കേട്ട് ജലന്ധരൻ പാർവതിദേവിയുടെ കയ്യിൽ പിടിക്കുവാൻ ശ്രമിച്ചു. ഇത് കണ്ട് കോപിഷ്ഠനായ ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു, ജലന്ധര, നിന്റെ വിനാശകാലം വന്നെടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിനക്ക് വിപരീതമായി ബുദ്ധി ഉദിച്ചു വരുന്നത്. അതിനാൽ ജലന്ധര, നീ ഈ ഉദ്യമത്തിൽ നിന്നും തിരികെ പോയിക്കൊള്ളൂ. നിന്റെ ജീവൻ അപകടത്തിലാണ്. ഇതു കേട്ട ജലന്ധരൻ ആക്രോശിച്ചു, ഹേ മൂഢ ഭസ്മധാരി, ഭീരുക്കളെ പോലെ പുലമ്പരുത്. ഇനി ഏതായാലും നീയുമായി പൊരുതി ജയിച്ചിട്ടേ തിരിച്ചു പോകുള്ളൂ. ഇത് കണ്ട് കേട്ടും നിന്ന വിഷ്ണുമായ സ്വാമി ജലന്ധരനോട് പറഞ്ഞു, ഹേ മൂഢ, നീ ആരോടാണ് ഏറ്റുമുട്ടാൻ ഉദ്ദേശിക്കുന്നത്? ദേവാദിദേവനും സകലതിൻ്റെയും സംഹാരമൂർത്തിയായ ശ്രീ പരമേശ്വരനോട് ഏറ്റുമുട്ടിയാൽ എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്തെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്റെ അഹങ്കാരം നിന്റെ അറിവിനെ കാർന്നു തിന്നിരിക്കുന്നു. നിന്റെ ബുദ്ധിയെ മരവിപ്പിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ പ്രേരണയാൽ നീ എല്ലാം മറന്നു പ്രവർത്തിക്കാതിരിക്കുക. ഇത് കേട്ട് പോത്തിന്റെ പുറത്തിരിക്കുന്ന വിഷ്ണുമായെ കാലനെന്ന് തെറ്റിദ്ധരിച്ച്, ഹേ കാല, നിന്നെയും ഞാൻ ഒരിക്കൽ പരാജിതനാക്കിയ കാര്യം നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അനാവശ്യ മൊഴികൾ ഉച്ചരിക്കുന്നത്? അപ്പോൾ ശ്രീ പരമേശ്വരൻ പറഞ്ഞു, ഉണ്ണി, വിഷ്ണുമായി നിനക്കുള്ള ഊഴം ആഗതമായിരിക്കുന്നു. ഇപ്പോൾ ലോക രക്ഷയുടെ ഭാരം മുഴുവൻ നിന്നിൽ അർപ്പിതമായിരിക്കുകയാണ്. ത്രിഗുണാത്മകനായ നിനക്ക് മാത്രമേ ജലന്ധരനെ വധിക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ നീ ഉടൻ തന്നെ എൻ്റെ ഈ ത്രിശൂലത്തിൽ ലയിച്ചു ചേർന്നുകൊള്ളൂ. കോടിക്കോടി സൂര്യസമപ്രഭനായി നിൽക്കുന്ന സ്വാമി വിഷ്ണുമായിയുടെ വിരാട് രൂപം കണ്ട് ഭീതിതനായ ജലന്ധരൻ സ്വപ്നത്തിൽ നിന്നോളം ഞെട്ടിയുണർന്നു. ജലന്ധരൻ വിഷ്ണുമായ സ്വാമിയെ ഉറ്റുനോക്കിയപ്പോൾ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിയുടെ കണ്ണിൽ ഓരോരോ രൂപങ്ങൾ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു.
സർവലോകങ്ങളും മായാസ്വരൂപിണിയും ജഗത് ജനനിയുമായ മാതാവിനെയും സൃഷ്ടിസ്ഥിതി സംഹാരന്മാരായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയും എല്ലാ ദേവീ ദേവന്മാരെയും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിഗോളങ്ങളെയും ആ ദൃഷ്ടിയിൽ തെളിഞ്ഞു കണ്ടു. ഉഗ്രരൂപിയായ സ്വാമിയെ കണ്ടപ്പോൾ ജലന്ധരൻ ഭയചകിതനായി. എന്നാലും തൻ്റെ ഭയം അവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാതെ ഭഗവാൻ ശ്രീ പരമേശ്വരനുമായി യുദ്ധം ആരംഭിച്ചു. നന്ദി, നമസ്കാരം.